അതിന്റെ പണം നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് വിനിയോഗിക്കാൻ വേറെ സുരേഷ്, താങ്കൾ തന്നെ കുറെ കണക്ക്, ഞാൻ കണക്കിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറഞ്ഞ കണക്കിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ നമുക്ക്? ഇപ്പൊ താങ്കൾ ചോദിച്ചു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കേരളത്തിന് കേന്ദ്രം തന്നിട്ടില്ലേ എന്ന്. എപ്പോ തന്നു? ഈ വർഷം തന്നോ? 2023-24 സാമ്പത്തിക വർഷം തന്നോ? തന്നിട്ടില്ല. അത് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിന്റെ ഒരു കാരണം. തന്നത് 2022-23 ഫിസ്ക്കലിലാണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ്. ഈ സാമ്പത്തിക വർഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയുള്ള തുക തന്നിട്ടില്ല. രണ്ടാമത്തേത് താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ റീപേയ്മെന്റ് ഓഫ് ബജറ്റ് ബോറോവിംഗ്, കേന്ദ്രം പണം തന്നിട്ടില്ല എന്ന് പണം തന്നെന്നാണ് 21-22 കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നിട്ടില്ല. പിന്നെ താങ്കൾ ചോദിച്ചു ആത്മനിർഭർ ഭാരതിന്റെ കാര്യം. ആത്മനിർഭർ ഭാരതിന് വേണ്ടി 18,000 കോടി രൂപ ഏത് കൊല്ലം? കോവിഡ് വർഷം 2021 കോവിഡ് സമയത്താണ് ഈ ആത്മനിർഭർ ഭാരതിന്റെ 18,087. ഞാൻ പറയുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കാണ്. താങ്കൾ ഈ പറഞ്ഞ പണമൊന്നും ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടില്ല സാർ, കിട്ടിയിട്ടില്ല. ഇത് എല്ലാ സാമ്പത്തിക വർഷമുള്ള പദ്ധതി അല്ല ശ്രീ അഭിലാഷ്. ഈ നാട്ടിൽ കേരളത്തില് അങ്ങ് തെറ്റിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയുടെ ഭരണഘടനാപരമായി സ്ഥാപിതമായ ധനകാര്യ കമ്മീഷന്റെ നിയുക്തമായിട്ടുള്ള നിയമത്തിനപ്പുറത്തായി നിന്നുകൊണ്ട് ഈ കേരളത്തിന് നൽകിയിരിക്കുന്ന കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കേരളത്തിന് മാത്രമായിട്ടുള്ളതല്ലോ പ്രത്യേക ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. സാമ്പത്തിക വർഷം മുമ്പ് കോവിഡ് വർഷത്തിലാണ്, 2020-2021 കോവിഡ് വർഷത്തിലാണ്. അനിൽകുമാർ ഒരു പച്ച നുണ തട്ടിവിട്ടു. ഇവിടെ പ്രളയം വന്ന സമയത്ത് കേന്ദ്രം സഹായിച്ചില്ല, കോവിഡ് വന്ന സമയത്ത് സഹായിച്ചില്ല എന്ന് പറയുന്ന പച്ച നുണ തട്ടിവിടുന്നത് താങ്കൾ കേട്ടില്ലേ? പ്രളയം വന്ന സമയത്ത് 7,000 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഈ കേരളത്തിൽ നൽകിയതാരാ? നിങ്ങളുടെ ക്യൂബയിൽ നിന്നാണോ? ചൈനയിലെ വലിയ സഖാക്കന്മാരാണോ നിങ്ങൾക്ക് തന്നത്? കേരളത്തിന് ചൈനയിലെ സഖാക്കന്മാർ ഒന്നും തന്നിട്ടില്ലല്ലോ. കേന്ദ്ര ധനമന്ത്രി തന്നെ ലോക്സഭയിൽ കിട്ടി. കേന്ദ്ര ധനമന്ത്രി തന്നെ ലോക്സഭയിൽ പറഞ്ഞ കണക്കുകൾ താങ്കൾ ഇപ്പൊ കുറെ ലിസ്റ്റ് പറഞ്ഞില്ലേ, അതൊക്കെ 2023-24 എന്ന സാമ്പത്തിക വർഷം നില്ലാണ്. മുമ്പ് തന്നിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പൈസയൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് തന്നിട്ടുണ്ട്, മറ്റേ ഏതാണ് ബോറോവിംഗിന്റെ റീപേയ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഒക്കെ മുമ്പ്. ഈ സാമ്പത്തിക വർഷം നമ്മൾ ഇങ്ങനെ കോളം വരച്ച് പട്ടിക തയ്യാറാക്കിയാൽ ഈ സാമ്പത്തിക വർഷം ഈ പറഞ്ഞ സഹായമൊക്കെ നില്ലാണ്, സീറോയാണ്, അതില്ല. മുമ്പ് ഞങ്ങൾ തന്നിട്ടുള്ളതാണ് വാദമെങ്കിൽ ഓക്കെ. ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞത് എന്താണ്? ധനകാര്യ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ മുറയ്ക്ക് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ട്. അതിൽ ഒരു പൈസ പോലും ഇനി കിട്ടാതില്ല. അത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ചില കാര്യങ്ങൾ, വസ്തുതകൾ ഞാൻ അംഗീകരിക്കുന്നു. 750 കോടി രൂപ നഷ്ടപ്പെട്ടു പോയത് പറ്റുന്ന ഒരുത്തൻ ഈ സംസ്ഥാന സർക്കാരിൽ തന്നു എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി മുകളിലേക്ക് പോകുന്നത് തന്നു എന്ന് പറയുമ്പോൾ ഇത് എവിടുന്നോ ആരുടെയോ മനസ്സിലാക്കണം. താങ്കൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നേ വരെ 39% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം ശതമാനമാക്കിയ ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 30% നരേന്ദ്രമോദി നിർബന്ധം പിടിച്ചുവന്ന ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ നിർബന്ധം പിടിച്ചുവന്ന നീതി ആയോഗിന്റെ സിഇഒ സുബ്രഹ്മണ്യനാണ് പറഞ്ഞത്, ഞാനല്ല. അല്ല ശ്രീ അഭിലാഷ്, താങ്കൾ മനസ്സിലാക്കുക, നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമോ ഒരു എക്സിക്യൂട്ടീവ് സ്ഥാപനമോ അല്ല. അതൊരു അഡ്വൈസറി സ്ഥാപനം മാത്രമാണ്. പകരമാണെങ്കിലും ഞാൻ നീതി ആയോഗിന്റെ സിഇഒ ആണ് പറഞ്ഞത്. ധനകമ്മീഷന് മുകളിൽ താങ്കൾ പറഞ്ഞ ഒരു ഭരണഘടനാ സ്ഥാപനമായ ധനകമ്മീഷൻ പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. താങ്കൾ 39-41 ആക്കിയ കഥ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് പറയേണ്ടി വന്നത്. അഭിലാഷ്, താങ്കളുടെ വാദം മാതൃഭൂമി പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, എന്നിട്ട് അങ്ങ് പറഞ്ഞോളൂ. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇന്ത്യയിലെ സാമ്പത്തിക നിർവഹണത്തിന്റെ ഒരു എക്സിക്യൂഷൻ ബോഡിയല്ല. ഇന്ത്യയുടെ സാമ്പത്തിക നിർവഹണത്തിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായിട്ടും ഇതര സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു അഡ്വൈസറി അധികാരം മാത്രമേ നീതി ആയോഗിനുള്ളൂ. ഭരണഘടനാപരമായിട്ട് ഈ രാജ്യത്ത് സാമ്പത്തിക നിർവഹണത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 270 പ്രകാരം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷനിൽ രാഷ്ട്രീയമില്ല. അവിടെയുള്ളത് വസ്തുതകളാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യം. വിവരം കേട്ടവർ പലതും പറയുന്നത് നിങ്ങൾ
ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ നിങ്ങൾ നിഷേധിക്കാതിരിക്കുക. ഞാൻ വാർത്ത വായിക്കാം. 2014 പ്രധാനമന്ത്രിയായി ഞാൻ വായിക്കട്ടെ. അനിൽകുമാർ ഈ സിഇഒയും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവിനെയും പിടിച്ചല്ലേ ഈ കേരളത്തിലെ സ്വകാര്യ വ്യക്തിയാണ്. അതുപോലല്ല ഇത്. ഞാൻ വായിക്കാം. 2014 പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നതായി നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യന്റെ വെളിപ്പെടുത്തൽ. മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് 48 മണിക്കൂർ കൊണ്ട് തിരുത്തി എഴുതേണ്ടി വന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സുബ്രഹ്മണ്യം അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. സുബ്രഹ്മണ്യം അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇത്രേ ഉള്ളൂ. ഇനി അത് കൂടുതൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കോളൂ. ശ്രീ അഭിലാഷേ, അപ്പൊ താങ്കൾ 39 എന്നുള്ളത് 41 ആക്കിയില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഈ രാജ്യത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ നരേന്ദ്രമോദിക്ക് ഇങ്ങേരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കൂ എന്ന് അപേക്ഷിക്കേണ്ട ഗതികേടുണ്ടെന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ ഭരണഘടനാ സ്ഥാപനമാണെന്ന് താങ്കൾ പറഞ്ഞു. അല്ല, ഭരണഘടനാ സ്ഥാപനം അല്ല എന്നാ ഞാൻ പറഞ്ഞത്. ധനകാര്യ കമ്മീഷൻ, നീതി ആയോഗ് അല്ല, ധനകാര്യ കമ്മീഷന്റെ മുകളിൽ സമ്മർദ്ദം ഉണ്ടായെന്നാണ് പറഞ്ഞത്. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ 280 അനുച്ഛേദം അനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷനോട് പ്രധാനമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യം, ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ സിഇഒ, അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. യഥാർത്ഥത്തിൽ അതിൽ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലമണ്ട പരിശോധിക്കണം എന്നതിനപ്പുറം വേറെ ഉത്തരവൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ